ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിൽ വരുന്ന ഒരു ചിക്കൻ റാപ്പിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ഇതാ 3 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ഗ്രാമ്പു, 2 പട്ട, 1 ഏലക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ, ചൂടാക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതാ ഒരു 400 ഗ്രാം ചിക്കന് എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ഒരു നാരങ്ങൻ്റെ പകുതിയുടെ പകുതി അതൊന്ന് നീരൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ 1-2 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ ഒരു പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ ആ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ നേരെ പകുതി മതി കേട്ടോ, ക്യാപ്സിക്കവും ക്യാരറ്റും ക്യാബേജും. അപ്പോൾ ഇതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയും പാം ഓയിലൊന്നും എടുക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു അരമണിക്കൂറാണ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഡോ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പും ഉപ്പും ചേർത്തിട്ട് സാധാരണ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒന്നൊന്ന് കുഴച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ അപ്പോഴേക്ക് ചിക്കനൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെന്തിട്ടില്ല, എന്നാലും ഒന്നിങ്ങനെ പദം വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് അത് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉള്ളിയൊക്കെ ആകുന്ന സമയം കൊണ്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പദം വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. ഉള്ളി, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ അതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ വഴഞ്ഞു വരും. ഇനി ഇതാ ഈ ഒരു സമയം കൊണ്ട് ബോൾസൊക്കെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു ചപ്പാത്തീനേക്കാൾ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് തിന്നുമല്ല ഒരുപാട് കട്ടിയല്ലാത്ത ഒരു ഇതിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അത് സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഓരോന്നോരോന്നായിട്ട് ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. സാധാരണ ഇത് റുമാലി റൊട്ടിയിലൊക്കെ ചെയ്യുന്നത് കാണാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വെറും മൈദ അല്ലാണ്ട് കുറച്ച് ഗോതമ്പും കൂടി ചേർത്ത് കൊടുത്തതാണ്. അതായത് പകുതി പകുതി അളവിൽ 1 കപ്പ് മൈദ 1 കപ്പ് ഗോതമ്പും എന്നുള്ള അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അളഞ്ചുള്ള വെള്ളത്തിൽ കുഴക്കുന്നത് ഒന്ന് കുറച്ച് സോഫ്റ്റായി വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് പരമാവധി അതിങ്ങനെ ബോൾസൊക്കെ വരുന്ന വിധത്തിൽ നല്ലതുപോലെ എല്ലാ ഭാഗവും പൊന്തി വരുന്ന വിധത്തിൽ തന്നെ അതൊന്ന് ചുട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കുക കാസറോളിൽ. അപ്പോൾ പിന്നെ അതൊന്ന് സോഫ്റ്റായി വരും. ഈ ഒരു സമയത്ത് മസാലയിൽ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നിയിട്ട് ഞാനിതാ വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഈ ഒരു പാലൊക്കെ തിളച്ച് വന്ന് നമുക്കൊരു കുറച്ച് ക്രീമി ടെക്സ്ചറിൽ വരും. ഈ ഒരു സമയത്ത് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഒരുപാട് അങ്ങ് വറ്റി പോകരുത് കേട്ടോ, കുറച്ചൊരു ഇതുപോലെ ക്രീമി ആയിട്ട് വരണം. ഇനി നമുക്കിതൊന്ന് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു റാപ്പിലേക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. റാപ്പ് വെച്ചെടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് മസാല ഇട്ട് കൊടുക്കുക. സെൻട്രൽ എന്നിട്ട് ഒരു ഭാഗത്തുനിന്ന് മടക്കി കൊടുത്ത് 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് വീണ്ടും അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ അതൊന്ന് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. റോളൊക്കെ ചെയ്യുന്ന പോലെ അതൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതവിടെ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് അതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കണേ. ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എന്നാലും ഞാനിതൊന്നും കൂടി പാനിലിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പാനിലിട്ടിട്ട് ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. 2 ഭാഗവും കുറച്ച് സമയം ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്തെടുക്കുക. കാരണം നേരത്തെ നമ്മൾ റൊട്ടി ചുട്ട് വെച്ചതാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ.